11 സ്ഥലം. ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. 11 ഇടം എന്ന് പറയുന്നത് കോട്ടയമാണ്. നമ്മൾ പരിചയപ്പെടുന്ന മുഖമെന്ന് പറയുന്നത് ലോട്ടറി വിൽക്കുന്ന ഒരമ്മ. സോഷ്യൽ മീഡിയയിലേക്ക് ഒത്തിരി വൈറലായൊരു വ്യക്തിയാണ്. റോസമ്മ എന്നാണ് അമ്മയുടെ പേര്. കോട്ടയത്ത് 10 വർഷമായിട്ട് ലോട്ടറി വിറ്റുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് കാഴ്ചയില്ല, ഭർത്താവില്ല, ആരും പോലുമില്ല. ആകെ ഈ ലോട്ടറി വിറ്റ് കിട്ടുന്ന വരുമാനം മാത്രം കൊണ്ട് ജീവിക്കുന്നൊരമ്മ. എല്ലാ ദിവസവും ലോട്ടറി വിൽക്കാൻ പോകും. അങ്ങനെ പതിവ് പോലെ ലോട്ടറി വിൽക്കുന്നതിനിടയിൽ അമ്മ ഓരോ ദിവസവും കഴിഞ്ഞു വരുമ്പോൾ അക്കൗണ്ടുകളൊന്ന് നോക്കും. വിറ്റുപോയ ലോട്ടറിയുടെ അതേ രീതിയിൽ തന്നെ ക്യാഷ് കിട്ടുന്നില്ല. അതായത് അക്കൗണ്ട് ടാലി ആകുന്നില്ല. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി, ആരൊക്കെയോ എന്നെ കാണാതെ ലോട്ടറി എടുക്കുന്നുണ്ട്, ആരൊക്കെയോ ലോട്ടറി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ സുഹൃത്തായ ഒരു വ്യക്തി ഈ അമ്മയോട് പറയുകയാണ്, ഒരു പെൻ ക്യാമറ ഉപയോഗിക്കുക. ആ അമ്മ അങ്ങനെ പെൻ ക്യാമറ ഉപയോഗിക്കുകയാണ്. തൻ്റെ ക്ലയൻറ്റ് വരുന്നു, ലോട്ടറി കൊടുക്കുന്നു. അങ്ങനെ ആ പെൻ ക്യാമറ വെച്ച് ആളെ കണ്ടുപിടിക്കും. ആദ്യം ഇയാള് സമ്മതിക്കൂല, അയാൾ നിഷേധിക്കും, ഞാനല്ല എടുത്തതെന്ന് പറയും. പക്ഷെ പ്രൂഫ് കാണിച്ചു കൊടുക്കും, വീഡിയോ സഹിതം കാണിച്ചു കൊടുക്കും, ഇതാണ് തെളിവ്. പക്ഷെ അമ്മ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇയാളെ അടുത്ത് വിളിച്ചിട്ട് ഒരു ചെറിയ അഡ്വൈസ്, ഞങ്ങളെപ്പോലെയുള്ള പട്ടിണി പാവങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കരുത്, അത്രമാത്രം പറയുകയാണ്. ഇപ്പം ഇൻ്റർവ്യൂ ചെയ്ത മനുഷ്യൻ ഈ റോസമ്മയോട് ചോദിക്കുന്നുണ്ട്, കേസ് കൊടുക്കാറുന്നില്ലേ, എന്തേ കേസ് കൊടുക്കാഞ്ഞേ? അപ്പം ഇമ്മ പറയുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്, ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അവിടെ എന്നെ പഠിപ്പിക്കുന്നത് ക്ഷമിക്കാനും സഹിക്കാനുമാണ്. നമ്മൾ ഈ 11 ഇടത്തിൽ കാണുന്ന ഒരു കാഴ്ച ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. ഈശോ ഒരു വാക്ക് എതിർത്ത് പറയുന്നതായിട്ട് നമ്മൾ ആരും കാണുന്നില്ല. ആരെയും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും നോവിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ റോസമ്മ എന്ന് പറയുന്ന വ്യക്തിയും അങ്ങനെ ഒരു ക്രിസ്തുമുഖം കാത്തു സൂക്ഷിച്ചൊരു വ്യക്തിയാണ്. ഈ റോസമ്മയുടെ മുഖവും ഈ ക്രിസ്തുമുഖവും നമ്മോട് പറയുന്നൊരു കാര്യവും ഇത്രമാത്രമേ ഉള്ളൂ, ആരെയും നോക്കുകൊണ്ടുപോലും വേദനിപ്പിക്കാതിരിക്കുക, ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു മനസ്സാന്നിധ്യം, ഒരു മനോഭാവം നമ്മളെല്ലാവരിലും വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനുള്ള മനോഭാവം നമ്മിൽ വളരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.